പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന് എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-31 വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. പൗലോസ് കാരാഗ്രഹ പ്രമാണിയോട് പറയുന്ന ഒരു ദൈവവചന ഭാഗമാണ് ഇത് വായിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16 ഹല്ലേലൂയ, അതിന്റെ 16 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൗലോസും ശീലാസും പ്രാർത്ഥന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുന്ന ഒരു ബാല്യക്കാരത്തി ആമെ പൗലോസിനെ ശീലാസിനെ എതിരേറ്റു. ഹല്ലേലൂയ. അതങ്ങനെ അവൾ പല നാൾ ചെയ്തു പോകുന്ന. അങ്ങനെ ഒരു ദിവസം പൗലോസ് തിരിഞ്ഞ് അവളുടെ ഭൂതത്തെ ശാസിച്ച് അവൾ സ്വതന്ത്രയായി. അപ്പോൾ യജമാനന്മാരുടെ ലാഭം പോയത് കൊണ്ട് ഹല്ലേലൂയ, അവർ പൗലോസിനെ ശീലാസിനെയും പിടിച്ച് വളരെ അടിച്ച ശേഷം കാരാഗ്രഹത്തിൽ ആക്കി. അങ്ങനെ കാരാഗ്രഹത്തിൽ ആക്കിയ പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു എന്നാണ്. അപ്പം തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണ് കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലൊക്കെ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അവിടെയാണ് നമ്മൾ പറഞ്ഞ വചനം കിടക്കുന്ന, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇവിടെ കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തിൽ വന്ന അനുഭവമാണ്. ഇതേ അനുഭവമാണ് ജീവിതത്തിൽ എത്ര സ്ഥാനമാന ഉന്നതാധികാര സ്ഥാനങ്ങൾ ഇരുന്നാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ബലഹീനനാണ്. ബലഹീനനായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഏതു സമയത്തും അപകടങ്ങൾ കടന്നു വരാം, എത്ര ഉന്നത സ്ഥാനത്തിലായിരുന്നാലും. അങ്ങനെ തന്നെയാണ് ഈ കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തിലും ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പം കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് പൗലോസ്, നിനക്കൊന്നും വരുത്തി, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ ഈ കാരാഗ്രഹം യജമാനന്മാരെ ഞങ്ങൾ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യം ലോകം മുഴുവൻ ഇന്ന് നിൽക്കുകയാണ്. നിങ്ങൾ ഇത് തന്നെ ചോദിക്കുന്നു, യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ സകല പ്രതിസന്ധികളും മാറി, പ്രതികൂലങ്ങളും മാറി, ഇന്നത്തെ അനുഭവിക്കുന്ന സകല ദുരനുഭവത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് നിന്റെ ബലഹീനതയെ മാറ്റി നിന്നെ ബലമുള്ളവനാക്കി മാറ്റുവാൻ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തിന് രക്ഷ വന്നതുപോലെ നിന്റെയും കുടുംബത്തിന് രക്ഷ തരാൻ ദൈവം ആഗ്രഹിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തെ രക്ഷിച്ച ദൈവമേ, ജനത്തെ വിടുവിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.